ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട സിർക്കയുടെ റെസിപ്പിയാണ്. മലബാർ സൈഡ്സിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണിത്. പലരും പല രീതിയിലാണ് ഇത് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ കാണിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് അരി ആദ്യം ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. ഞാനിവിടെ പൊന്നി അരിയാണ് എടുത്തത്. 1 കപ്പ് അളവിൽ പൊന്നി അരി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പിൽ പുഴുങ്ങലരി ചേർക്കുന്നുണ്ട്. അതായത് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു അരി. ഇനി ഈ ഒരു മുട്ട സിർക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അരി മാത്രം വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ എടുത്ത പുഴുങ്ങലരി. ഇനിയിപ്പോൾ പുഴുങ്ങലരി കയ്യിലില്ലെങ്കിൽ അരയ്ക്കുമ്പോൾ 1/2 കപ്പ് അളവിൽ ചോറ് ചേർത്താലും മതി. ഇനി ഇത് നന്നായി കഴുകിയിട്ട് ഒരു 3-4 മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റിവെക്കാം. അങ്ങനെ കുതിർത്തെടുത്ത അരി വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ആദ്യം 1/4 കപ്പ് വെള്ളമാണ് ചേർത്തത്. അരച്ചു നോക്കിയപ്പോൾ നല്ല ടൈറ്റായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 1 കപ്പ് വെള്ളമാണ് ഞാൻ ഈ 1.5 കപ്പ് അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ഞാനിതാ ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിൽ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഈ പുഴുങ്ങലരി ചേർക്കുന്നത് അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ്. ഇനി ഇത് ഒരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചെറിയ മുട്ടയായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. അല്ലെങ്കിൽ ഒരു വലിയ മുട്ട തന്നെ മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ അരച്ച അരിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ചേർക്കാൻ പോകുന്നതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് അളവിൽ നന്നായി പൊടിയായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ തന്നെ സവാള ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. വലുതായിട്ട് കട്ട് ചെയ്താൽ അപ്പത്തിൻ്റെ ഷേപ്പ് മാറിപ്പോവും. ഇതൊക്കെ ചേർക്കുന്നത് കാണാനുള്ളൊരു ഭംഗിക്കും പിന്നെ കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ക്യാരറ്റും സവാളയൊക്കെ ചേർക്കുമ്പോൾ അധികമാവാതെ നോക്കുക. 1/4 കപ്പ് തന്നെ മതിയാവും. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിത് മിക്സ് ചെയ്തെടുത്തത്. ഒരുപാട് ലൂസുമല്ല ഒരുപാട് ടൈറ്റും അല്ലാത്ത രീതിയിൽ. ഇനിയൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു കോരി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ പതിയെ ഇതിങ്ങനെ മേലോട്ട് പൊങ്ങി വരാൻ തുടങ്ങും. ഒരു 2-3 മിനിറ്റ് ഈ ഒരു സൈഡ് തന്നെ കുക്ക് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡ് കൂടെ ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. പല നാട്ടിലും പലരും പല സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കാറ്. ചിലർ പച്ചരി ചേർത്തിട്ടുണ്ടാക്കും, ചിലർ പൊന്നിയരി ചേർത്തിട്ടുണ്ടാക്കും, പിന്നെ ജീരകശാല അരി ചേർത്തിട്ടുണ്ടാക്കാറുണ്ട്, 2 കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കാറുണ്ട്. അപ്പോൾ പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാം ചെയ്ത് നോക്കിയിട്ട് വളരെ പെർഫെക്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു റെസിപ്പിയാണ്. നല്ല സോഫ്റ്റായി കിട്ടുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ടെന്ന്. ആ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
വീണ്ടും ഇതേപോലുള്ള നല്ല ഈസി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു. ബൈ.